നമസ്കാരം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സൈന്യത്തിന്റെ രൂപീകരണ വാർഷികവും രാജ്യത്തിന്റെ രാഷ്ട്രീയ മതചരിത്രത്തിലെ പ്രത്യേക പ്രാധാന്യമുള്ള ഒരു നേതാവിന്റെ ജന്മവാർഷികവും ഒരുമിച്ചെത്തുന്ന ഒരു അവസരത്തിൽ ഇസ്ലാമിക വിപ്ലവ നേതാവ് മുസ്തഫ ഖമേനി പുറപ്പെടുവിച്ച സന്ദേശം രാജ്യത്തിന് അകത്തും പുറത്തും ശ്രദ്ധയാകർഷിക്കുകയാണ്. സൈനിക ശക്തി, ദേശീയ ആത്മവിശ്വാസം, വിപ്ലവ പാരമ്പര്യം, ശത്രുക്കൾക്കെതിരായ മുന്നറിയിപ്പ്, ഭാവി സൈനിക വികസനങ്ങൾ തുടങ്ങിയ പല തലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സന്ദേശം ഒരു സാധാരണ ആശംസ പ്രസംഗമല്ല, മറിച്ച് ഇറാൻ തന്റെ സൈനിക രാഷ്ട്രീയ ദിശ എങ്ങോട്ട് നീങ്ങുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. സന്ദേശം ആരംഭിക്കുന്നത് തന്നെ ഖുറാനിലെ ഒരു വചനത്തോടെയായിരുന്നു. ഒരു ശക്തമായ മതിൽ പോലെ അണിനിരന്ന് തന്റെ മാർഗത്തിൽ പോരാടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നും ഈ വചനത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്നെ സന്ദേശത്തിന്റെ പ്രാഥമിക സ്വഭാവം വ്യക്തമാക്കുകയാണ്. ഐക്യം, അനുസരണ, സംഘടന, ത്യാഗം, വിശ്വാസം എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു രാഷ്ട്രത്തിന്റെ പ്രതിരോധ ശേഷിയെ ഉയർത്തിക്കാട്ടുക എന്നതാണ് ഈ സന്ദേശം ലക്ഷ്യമിടുന്നത്. സൈനിക ശക്തി വെറും ആയുധങ്ങളോ സാങ്കേതിക വിദ്യയോ അല്ല, മറിച്ച് ആശയത്തോടും ആത്മാവിനോടും ചേർന്ന ഒരു പ്രതിബദ്ധതയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഫർവാഡിൽ 29-ാം തീയതി, അതായത് ഏപ്രിൽ 18-ാം തീയതി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി രൂപീകരണ ദിനമായി ഓർമ്മിപ്പിക്കപ്പെടുന്നു. ഇമാം റുഹല്ലോ ഹൊമേനി നൽകിയ രാഷ്ട്രീയ സാമൂഹ്യ പുനർനിർമ്മാണ ദർശനത്തിന്റെ ഭാഗമായാണ് ഈ സൈനിക ഘടനയ്ക്ക് പുതിയ തിരിച്ചറിവ് ലഭിച്ചത് എന്ന് സന്ദേശം വ്യക്തമാക്കുന്നുണ്ട്. പഴയ ഭരണകൂടത്തിന്റെ ഉപകരണം എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന സൈനിക സംവിധാനം വിപ്ലവാനന്തര ഘട്ടത്തിൽ ജനങ്ങളുടെ സൈന്യമായി നിർവചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിപ്ലവത്തിന് മുൻപും ശേഷവും സൈന്യത്തിന്റെ ചരിത്രം രണ്ടായി വിഭജിക്കാമെന്ന സന്ദേശം പറയുന്നുണ്ട്. പഴയ കാലഘട്ടം ബലഹീനതയുടെയും വിദേശ ആശ്രയത്വത്തിന്റെയും കാലമായിരുന്നു എന്നാണ് അവകാശവാദം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ജനഹിതത്തെയും മുൻനിർത്താതെ പുറത്തു നിന്നുള്ള സ്വാധീനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഘടനയായിരുന്നു അന്നത്തെ സൈന്യമെന്ന് വിമർശനം ഉണ്ട്. എന്നാൽ വിപ്ലവത്തിനു ശേഷം സൈന്യം തന്റെ യഥാർത്ഥ സ്ഥാനത്തെത്തി ജനതയുടെ സുരക്ഷയും രാഷ്ട്രീയത്തിന്റെ മാനവും കാത്തുസൂക്ഷിക്കുന്ന ദേശീയ കരുത്തായി മാറി എന്നതാണ് സന്ദേശത്തിന്റെ അടിസ്ഥാനം. സൈന്യത്തെ രാജ്യത്തിന്റെ കുഞ്ഞ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. ജനങ്ങളുടെ വീടുകളുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് സൈന്യത്തെ അവതരിപ്പിക്കുന്നത്. ഈ ഉപമയിലൂടെ സൈന്യവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ അധികാര ബന്ധമല്ല, കുടുംബ ബന്ധമാണ് എന്ന വികാരരൂപം സൃഷ്ടിക്കുകയാണ്. ആഭ്യന്തര ഐക്യമുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഭാഷാപ്രയോഗം ശക്തമായ പ്രതീകാത്മകം വഹിക്കുന്നുണ്ട്. സന്ദേശത്തിന്റെ വിദേശ ശക്തികൾക്കെതിരെ കടുത്ത വിമർശനവും ഉണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ മുൻ ഭരണകൂടത്തിന്റെ അവശിഷ്ട ശക്തികൾ, രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികൾ എന്നിവരെ പരാമർശിച്ചാണ് ഇവരെ നേരിടാൻ സൈന്യം സജ്ജമാണ് എന്ന് വ്യക്തമാക്കുന്നത്. ഇതിലൂടെ സുരക്ഷാ വെല്ലുവിളികളെ വെറും അതിർത്തി പ്രശ്നങ്ങളായി മാത്രമല്ല, ആശയപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടമായാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും സന്ദേശത്തിന്റെ ഏറ്റവും കടുത്ത ഭാഗങ്ങളിലൊന്ന് അവിശ്വാസത്തിന്റെയും അഹങ്കാരത്തിന്റെയും സൈന്യങ്ങൾ എന്ന പരാമർശമാണ്. ഇത് പ്രാദേശിക ആഗോള എതിരാളികളോട് നേരിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമായാണ് കരുതപ്പെടുന്നത്. സൈനിക രംഗത്ത് മാത്രമല്ല, ആശയപരമായും തങ്ങളുടെ പ്രതിരോധ നിലപാടാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ആഭ്യന്തര പിന്തുണയും ദൈവവിശ്വാസവും ചേർന്നാൽ വലിയ ശക്തികളുടേത് നേരിടാനാകുന്ന ആത്മവിശ്വാസമെന്നും ഇതിലൂടെ പ്രകടമാകുന്നുണ്ട്. ഡ്രോണുകളെ കുറിച്ചുള്ള പരാമർശം പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആധുനിക യുദ്ധരംഗത്ത് മനുഷ്യ ശക്തിയേക്കാൾ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഡ്രോൺ ശേഷിയെ ദേശീയ അഭിമാനമായി അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ. ഇത് വെറും ഒരു പ്രതിരോധ ഉപകരണമല്ല, ശത്രുക്കൾക്ക് മിന്നൽ പ്രഹരം നൽകാൻ കഴിയുന്ന ആധുനിക ശേഷി എന്ന നിലയിലാണ് ചിത്രീകരിക്കുന്നത്. മൊത്തത്തിൽ ഈ സന്ദേശം 3 തലങ്ങളിലായിട്ട് നമുക്ക് വായിക്കാം. ഒന്നാമത്, ഇത് സൈന്യത്തിന് നൽകിയ ഔദ്യോഗിക അഭിനന്ദനമാണ്. രണ്ടാമതായി ഇതിനെ കണക്കാക്കാം ആഭ്യന്തര ജനതയോട് ദേശീയ ഐക്യത്തിനുള്ള ആഹ്വാനമാണ്. മൂന്നാമത്തേതെന്ന് വെച്ചാൽ വിദേശ ശക്തികളുടെ മുന്നറിയിപ്പായുള്ള തന്ത്രപരമായ പ്രസ്താവനയാണ്. എന്തായാലും ഈ 3 ഘടകങ്ങളും ഒറ്റ സന്ദേശത്തിൽ ചേരുമ്പോൾ അത് ഒരു വാർഷിക സന്ദേശത്തെക്കാൾ ഏറെ വലുതായി മാറുന്നു. പ്രാദേശിക സംഘർഷങ്ങൾക്കും ആഗോള ശക്തി പോരാട്ടങ്ങൾക്കും കനക്കുന്നതിനിടെ ഇറാൻ തന്റെ സൈന്യത്തെ വെറും ഒരു പ്രതിരോധ സംവിധാനം മാത്രമല്ല, ദേശീയ തിരിച്ചറിവിന്റെ അടിത്തറയായാണ് അവതരിപ്പിക്കുന്നത്.